ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ കാലം കഴിഞ്ഞിനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല, ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. ഇത് നമ്മളെ കാട്ടുകള്ളം ശേഷം മുമ്പ് പറഞ്ഞാണ്, ഇതുകൊണ്ടിപ്പോ കുടുങ്ങി. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും കുറച്ച് ശ്രമിക്കണം. ഞാന് കുറച്ച് ക്ലിപ്പ് ഇടാണ്ട്, അപ്പൊ ഇടുമ്പോൾ ഇടാതെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വയ്യ നിങ്ങൾക്ക് മനസ്സിലാവും. അടക്കട്ടെ. അപ്പൊ ഇയാൾ പറഞ്ഞു മൂല്യന്മാരെ കാലം കഴിച്ചിട്ട് നാടന്മാരെ കാലാണ്. അപ്പോ കുറച്ച് നാടന്മാര്, ഒന്ന് രണ്ട് നാടന്മാര് നൗഷാദിന്റെ ഇറങ്ങി. നൗഷാദിന്റെ ഒരു വീഡിയോ ചെയ്ത്, നൗഷാദിന്റെ കാലം കഴിഞ്ഞിരിക്കണ് നാടന്മാരെ കാലമല്ലോ. അപ്പൊ അതിനെപ്പറ്റി നൗഷാദ് പറഞ്ഞ ഒന്ന് രണ്ട് ക്ലിപ്പ് കണ്ടുപിടി. ഞങ്ങളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞ ഒന്ന് റോളിച്ച് കണ്ടുപിടി. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അറ്റങ്ങള് ഒന്നോ രണ്ടോ ആൾക്കാർ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു തെറി വിളിച്ചിരുന്നെങ്കിൽ അതിന്റെ 100 മടങ്ങ് നിങ്ങളിവിടെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചിട്ടാണ്. നിങ്ങള് ഇവിടെ 10-12 കൊല്ലായിട്ട് വിളിക്കുന്ന തെറിന്റെ അതിന് സക്കാത്ത് കൊടുക്കാല്ലോ. ആ രണ്ട് ചങ്ങായിമാരെ വിളിച്ചു, അത് ഞാൻ കേൾപ്പിക്കും. അത് കേൾപ്പിക്കണം തന്നെ ഞാൻ കേൾപ്പിക്കും. അതിന് മുമ്പ് നൗഷാദ് പറഞ്ഞു കേട്ടോളി. നമ്മൾ നോക്കുക ആരാണ് ഇവിടെ തെറി വിളിച്ചതെന്നും ആരാ സംസ്കാരം ഇവിടെ സംസ്കാരം എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് കാണും. കിട്ടാ തിരുചരോ. ഞാൻ ഒരു 2 മണിക്കൂറായിപ്പം ആ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കഴിഞ്ഞില്ല, പൗതി ആയിട്ടുള്ളൂ. അപ്പോത്തിന് പിന്നെ എന്തായി, നിർത്തിവെച്ച്. ഇവര് വിളിക്കുന്ന തെറികൾ കണ്ടുപിടിങ്ങൾ ആരെ? ഈ കാട്ടുകള്ളന്മാര്, ഈ നൗഷാദും കുഞ്ഞാമും സമതൊക്കെ വിളിക്കുന്ന തെറി. അതിന് സക്കാത്ത് കൊടുക്കാനുണ്ടാവില്ല. ഏത് ആ 2 നാടന്മാര് പറഞ്ഞേ, അത് ഞാൻ തെളിയിക്കും. ഈ തെറി പറഞ്ഞ വിഷയമായി ഇറങ്ങാണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുടെ ഒന്നുകൂടി കുറച്ച് പണി ഉണ്ടാവും മക്കളെ. കണ്ടുപിടിക്കാൻ പറയട്ടെ. ഓരോന്നോരോന്ന് കണ്ടുപിടി. ഇതിന്റെ വോയിസുകൾ കുറവായിക്കാരം, വീഡിയോസുകൾ തന്നെ ക്ലിപ്പുകൾ മാത്രം ഉണ്ടാവുള്ളൂ. ഏതാൾക്കാർക്ക് മനസ്സിലാക്കാം. നാം തുടങ്ങട്ടെ. തുടങ്ങിക്കോ. ഞാൻ രണ്ട് വീഡിയോ വലിപ്പം 2-3 വീഡിയോ നാടന്മാർ സംസാരിക്കുന്നു പറഞ്ഞ് ഷെയർ ചെയ്തിരുന്നു. എല്ലാ ടീമും അതിലും വല്ല സ്വഭാവം. എന്റെ വാർത്തകളല്ലേ എന്ത് മൂലമാരെ കാലം കഴിഞ്ഞ് കഴിഞ്ഞ് നാടന്മാരെ കാലാണ്. അപ്പൊ 2 നാടന്മാര് 2 വീഡിയോ എനിക്കെതിരെ ചെയ്തു. അത് അന്ന ഇപ്പൊ എന്താ ഒരു തെറി വിളിച്ചു എന്നാ പറയണ്ടേ. ഓലെ സംസ്കാരം കണ്ടില്ലേ? നിങ്ങളെ സംസ്കാരം നമ്മൾ നോക്കുക. ആദ്യം ഇപ്പം ആ ഓല് വിളിച്ച തെറിന്റെ വീഡിയോ ഇടട്ടെ. ഓല് വിളിക്കാൻ കാരണം എന്താണെന്നുള്ളതും എന്തിനാ വിളിച്ചതെന്നുള്ളതും ഓല് വിളിച്ച തെറിക്ക് സക്കാത്ത് കൊടുക്കാനുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ വയ്യേ കാണും. അതിന് മുമ്പ് അവൻ കേൾപ്പിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് പറയും. എന്നിട്ട് അവള് നോക്കുക സംസ്കാരം. ഈ കാലം നിയന്ത്രിക്കുന്ന ശേഖന്റെ മുറബിയായ ശേഖന്റെ പുരിതന്മാരങ്ങള്. ആ നാടന്മാരായ സാധാരണക്കാർക്ക് ശേഖും ഇതൊന്നുമില്ല. നിങ്ങൾ കറി കെട്ടിട്ട് മൂല്യന്മാരാ. അറ്റങ്ങള് പക്ക സാധാരണക്കാരായ ആളുകള്. വിളിച്ചിട്ട് ന്യായീകരിക്കല്ല നമ്മള്. ഓല് വിളിക്കാൻ കാരണം ഉണ്ടാവും. കാരണം അതിന്റെ അപ്പുറം തെറിപ്പുറത്ത് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കില്ല ഓല്. അപ്പൊ നിങ്ങളെ വിളിക്കാൻ പോര് വിളിച്ചതിന് അത്ഭുതമൊന്നുമില്ല. അത് വിളിപ്പിച്ചത് നിങ്ങൾ തന്നെ. ഓലെന്താ വിളിച്ചാൽ അതൊക്കെ നിങ്ങൾ അങ്ങോട്ടും വിളിച്ചുകൊണ്ടോ. നിങ്ങൾ ഇവിടുത്തെ ആരോഗ്യങ്ങളെ വിളിച്ചിട്ടുണ്ട്. മനസ്സിലായി? അതൊക്കെ ഞാൻ കാണിച്ചു തരും. നിങ്ങളിപ്പോ അയാൾ കുതിരാന്ന് വിളിച്ചു എന്നാ പറഞ്ഞേ. ഒരു ക്ലിപ്പിട്ട് കണ്ടേ. ഈ കുഞ്ഞമ്മ കുതിരാന്ന് വിളിച്ചില്ലേ, പോത്തുന്ന് വിളിച്ചു എന്നാ പറഞ്ഞേ. കുഞ്ഞമ്മ പോത്തുന്ന് വിളിച്ചില്ലേ, അതിലപ്പുറം വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓരോന്ന് ഇതൊന്നും പറയാതെ വരട്ടെ. ഒരു സാമ്പിളിന് ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്നിട്ട് അയാൾ ലക്ഷ്യം തെറ്റാതെ മുന്നിൽ നടന്ന മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അന്നപ്പെട്ട ഓതള ഒരാന്തപ്പെട്ട ഒരു തൊലിച്ച് അയാളെ വെച്ചതാണ്. കാന്തപുരത്തിനെ പറ്റി ചന്ദ്രൻ കുതിര മനസ്സിലാക്കിയത് എങ്ങനെയുണ്ട്? കുതിര, പോത്ത്, ഇനി അതിൽ പറയാൻ ബാക്കിയൊന്നുമില്ല. മനുഷ്യർക്കൊപ്പാണ് കേട്ടോ, മൃഗങ്ങൾക്കൊപ്പല്ല. അതൊരു ചങ്ങായി എങ്ങനെ ഉണ്ട് എന്നുള്ള ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിളിച്ചിന് സക്കാത്ത് കൊടുക്കാണ്ടാവില്ല. ആ ചങ്ങായി വിളിച്ച്, ആ ചങ്ങായി പോത്തുന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഈ കുഞ്ഞമ്മ പോത്തുന്ന് വിളിച്ചിട്ടില്ലേ? ഇവിടുത്തെ ആലുമീങ്ങളാ. ഇയാളെ അന്ന വിളിച്ച് കുഞ്ഞമ്മ വിളിച്ചതോ ഇവിടുത്തെ പണ്ഡിതന്മാരെ മൊത്തം. അത് ഞാൻ കേൾപ്പിക്കും.
എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാൻ പോകുന്നുള്ളൂ. നിങ്ങളെ തെറിപ്പൂരത്തിന്റെ മാലപ്പടക്കത്തിന് ഞാൻ തിരി കൊടുക്കാൻ പോവാ. ഇനി മറ്റേ സാധാരണക്കാരൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കണേ, 2 സാധാരണക്കാരെ ക്ലിപ്പ് കേൾപ്പിക്കുക. എത്തിനാടെ കേൾപ്പിക്കണേ? എന്റെ ഷെയ്ഖല്ല, ഇന്ന് നാടന്മാരെ കാലാണ്, മുലന്മാരെ കാലം കഴിഞ്ഞിക്കണെന്നുള്ള പറഞ്ഞേ. അതുകൊണ്ട് എന്റെ കാലം കഴിഞ്ഞിക്കണേ. ആ നാടന്മാരെ ഇറങ്ങി ഓ എന്നെ വിളിച്ചപ്പോ ഓൾക്ക് തോന്നിയത് അങ്ങനെ ഇക്കാരം തന്നെ കണ്ടപ്പം. അതുപോലെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ വിളിച്ചിന് സക്കാത്ത് കൊടുക്കാനില്ല. ആ 2 ചങ്ങന്മാരെ വിളിച്ച് ഒന്നുകൂടി കേൾപ്പിക്കട്ടെ. എന്നിട്ട് നമ്മൾ നോക്കുക ആരാണ് ഇവിടെ തെറി ഈ വിളിക്കാനൊക്കെ കാരണം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അത്തങ്ങൾ സാധാരണക്കാരാണ്. ഈ തരി കെട്ടിട്ട് നടക്കണ ഈ മൂല്യന്മാർ നടക്കണ ഈ കുഞ്ഞമ്മയും സമ്മതും ഈ നൗസാദെ വിളിച്ച തെറിക്ക് കണക്കുണ്ടോ? മൊല്ലാക്ക നിന്നാത്തിയ കുട്ടികൾ നടന്നാത്തൂല്ലേ? മൂല്യന്മാരെ അങ്ങനെ തെളിയിച്ചുമ്പോൾ സാധാരണക്കാരുടെ കാണിക്കണേ എന്താ അത്ഭുതമുള്ളൂ. എന്തിനാ കാണിക്കണ്ടേ? തലി കെട്ട് നിങ്ങൾ തന്നെ എത്ര തെറിയോടെ വിളിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരെ തെറിക്കാടെ പ്രസക്തി ഇല്ല. അപ്പോൾ നിങ്ങളാ മെച്ചം തെറി വിളിയില്. ഒന്നുകൂടി വരട്ടെ, ഒന്നുകൂടി ഒരു തെറി കൂടി കാണിച്ചു കൊടുക്കും. എന്റെ നാട്ടില് ഞാൻ ഈ നൗഷാദ് പറയുന്ന വ്യക്തി ഇതേമാതിരി ഒരു പരിപാടിക്ക് വന്നു. അങ്ങനെ പരിപാടിക്ക് വന്നിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ അണ്ണാക്ക് മുന്നോളം ഞണ്ണും വേണം, കീശ നിറച്ച് പൈസയും കൊടുക്കണം. അപ്പം ഈ സമയത്ത് ഞണ്ണി അണ്ണാക്ക് മുട്ടാനായപ്പം ഏമ്പൊക്കെ ഇട്ടിട്ട് പറയാണ് ഇനി ഒരു പരിപാടി വെച്ചാൽ നമുക്ക് എന്തായാലും മറുപടി വെക്കണം, എന്നാലല്ല ഈ നായിക്കൊക്കെ എന്ത് വന്നിട്ട് അടുത്തത് മനുഷ്യർക്കൊപ്പോ നായിക്കൊപ്പോ എന്ന് തീരുമാനിച്ചാൽ മതി. നിങ്ങളെ സ്വന്തം പ്രവർത്തകര്, സംഘടനയുടെ ലീഡേഴ്സ്, അവരൊക്കെ എന്താ നിങ്ങളെ അവസ്ഥ? അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചങ്ങായി എന്റെ കോമാറന്നല്ലോ പറഞ്ഞേ നാടന്മാരെ കാലാണ് എന്ന്. അപ്പൊ അതിൽപ്പെട്ട നാടന്മാർ ഞങ്ങളെ സംഘടനയുടെ ആളൊന്നുമല്ല അയാളെ. ഞങ്ങളെ സംഘടന മെമ്പർഷിപ്പും ഇല്ല. അയിജ് പറഞ്ഞ കളവാ അടച്ചാളെ. ഏതെങ്കിലും സാധാരണക്കാരോടെയും പറഞ്ഞെങ്കിലേ അത് ഞങ്ങളെ മേത്ത് കൊണ്ടുവരും വേണ്ട. അത് വേറെ. പക്ഷേ ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓൽക്ക് ഇത് പഠിപ്പിച്ചെടുത്താരാ? നിങ്ങൾ അതിലും വലിയ തെറി ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഈ 10-15 കൊല്ലം സ്റ്റേജ് എട്ടിക്കാണ്ട് ഇതൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, കേൾക്കുന്ന ആൾക്കാരല്ലേ ഓരേ. ഓല് ചിലപ്പോൾ നിങ്ങളെയും വിളിച്ചിട്ടുണ്ടാവും. അയക്കാരെ കൂട്ടിയാൽ മതി. ഏതായാലും നിങ്ങൾ വിളിച്ചിന് സക്കാത്ത് കൊടുക്കാന് ഏതായാലും ഇല്ല. ഈ 2 പദപ്രയോഗമല്ലേ ഇപ്പം ഇജിപ്പോ കാണിച്ചേ. നീ കണ്ടോ? അതിന് മുമ്പ് സംസ്കാരം നമ്മൾ പഠിപ്പിച്ച സംസ്കാരം എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഉണ്ട്. എന്നിട്ട് ഇവലെ സംസ്കാരം നമുക്കൊന്ന് കാണണമല്ലോ. നമ്മളെ മൂല്യന്മാര് ഉസ്താദ്മാര് പഠിപ്പിച്ചു കൊടുത്താണെന്ന് പറഞ്ഞേ. എന്നാല് ഇവരെ സംസ്കാരം കാണുമ്പോൾ അത് ആര് പഠിപ്പിച്ചെടുത്തേക്കാരം? എന്റെ ഷെയ്ഖ് പഠിപ്പിച്ചെടുത്തേക്കാരം. അത് കാണുന്ന മുമ്പ് ഓനാ പറഞ്ഞ ക്ലിപ്പ് കൂടി ഒന്ന് കാണി. എന്നിട്ട് ഞാൻ കാണിച്ചതാ. തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരില്ലേ മോനെ? 5 കുറഞ്ഞ് 10 കുറഞ്ഞ 100 ഞാൻ കൊണ്ടുവരും. 100 കുറഞ്ഞ 1000 ഞാൻ കൊണ്ടുവരും. വെല്ലുവിളിയാണ്. തൊള്ള പറഞ്ഞ ഒരു വോയിസിന് കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് കഴിയോ? ഞങ്ങൾ ഉസ്താദ്മാര് പറഞ്ഞിട്ട് കൊണ്ടുവരേ. അതൊരിക്കലും എനിക്ക് കഴിയില്ല. ഇജ് കുറഞ്ഞാൽ തന്നെ ഏതാ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. അതിന്റെ 1000 മടങ്ങ് തെറി പറഞ്ഞത് വെച്ച് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പൊ സാമ്പിളിന് കുറച്ച് കാണിക്കണുള്ളൂ. അതിന് മുമ്പ് വന്ന് പറയട്ടെ, നമ്മൾ നോക്കുക. ഇറ്റങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് സാധാരണക്കാരാ. ഈ മൂല്യന്മാരനെ എങ്ങനെ ആയ പിന്നെ എങ്ങനെ? അതൊക്കെ നിങ്ങളെ സ്വഭാവങ്ങൾ വിളിച്ചു പറയാണ്. പിന്നെ ഒരു സ്ഥലത്ത് പടഞ്ഞും പരിപാടികൾ എന്ന് പറഞ്ഞ ഒരു സംഭവവും ഞങ്ങൾക്കില്ല. കാരണം എന്താ, പരിപാടിക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയാത്ത കാലല്ലേ. എന്തൊക്കെയാണ് ഇവർ ഈ വിളിച്ചു പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന പോലെ ഭാഷകൾ, അവരുടേതായ സംസ്കാരങ്ങൾ, അവരുടെ നേതാക്കൾ പഠിപ്പിച്ചു കൊടുത്ത സ്കൂളിൽ വളർന്നവർ, അത് ഷെയർ ചെയ്യുന്നവർ അവരാണ്. ഇതിനോട് അനക്ക് ഉഗ്രൻ മറുപടി. എന്തെങ്കിലും മറുപടി 4 പോത്തും നായും വിളിച്ചാൽ അത് ഉഗ്രൻ മറുപടിയാ. ഏതോ സാധാരണക്കാരായ ഉണ്ടാവില്ല, നമുക്ക് വരെ അറിയില്ല. ആ ആൾക്കാർ ഇവരെ തെരുവിച്ചല്ലോ. അപ്പൊ പറയണേ നിങ്ങളെ നേതാക്കന്മാർ പഠിപ്പിച്ച സ്കൂളിൽ വളർന്നവരാണ്. ഇവര് തെറി വെക്കുന്നത് കണ്ടുപിടിച്ചോ? അപ്പൊ ഇവരെ പഠിപ്പിച്ചു കൊടുത്താരാ? ഇവന്റെ കാട്ടുകളും സേഫാന്ന് ഉറച്ചില്ലേ? ഇവരെ തെറി വിളിക്കൽ ആരും തെറി വിളിക്കാൻ പാടില്ലല്ലോ. ഇതന്നെ ഈ സാധാരണക്കാരെ വിളിച്ചത്. ഈ കാട്ടുകള്ളന്മാർ നൗഷാദും കുഞ്ഞാമ്മയും വിളിച്ചിന് സക്കാത്ത് കൊടുക്കാനില്ല. അത് വേറെ വിഷയം. അപ്പം ഈ ഇവരെ സംസ്കാരം ഭാഷയൊക്കെ ഒന്ന് കണ്ടോളി. ഇവർ നല്ല ഭാഷയുള്ള ആളുകളാണ്, നല്ല സംസ്കാരമുള്ള ആളുകളാണ് എന്നാലും പറഞ്ഞിട്ടുണ്ടേ. അത് ഓരോന്നോരോന്ന് കണ്ടോളി. നിന്റെ വോയിസ് കുറവായിക്കാരം. ഓരോ സംസ്കാരങ്ങളും ഓരോ ഭാഷയും ശൈലിയും. ഇപ്പൊ കുയറാന്ന് വിളിച്ചു, പോത്തൂന്ന് വിളിച്ചു എന്നൊക്കെ അല്ലേ പറയണ്ടേ? അതിനപ്പുറം വിളിക്കുന്നത് ഓരോന്ന് കണ്ടോളി.
ഓല പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ആൾക്കാരിന്റെ വോയിസ് കേൾക്കാനെങ്കിൽ മനസ്സിലാക്കിക്കോളി. ഈ തടി കേട്ടിട്ട് മൂല്യന്മാർ ഇങ്ങനെ വിളിച്ചാൽ സാധാരണക്കാരെ വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് ഈ സമൂഹത്തിൽ പഠിപ്പിച്ചത് ഇവരാണ്. എന്താണ് ഈ സൈബർ പോരാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എരപ്പാളികളെ നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് അതൊന്ന് വ്യക്തമാക്കണം. ആര് പറഞ്ഞു? അൻവരി ഉസ്താദ് ചെറുവാടി എന്ന് പറഞ്ഞു. ഈ ചങ്ങായിക്ക് സുഖമുള്ള ആദ്യം ഒന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതിന് പൊന്നാര കുതിരെ ഇതും നന്നാവ്, ഇവിടുന്നെങ്കിലും നല്ല നിലക്കൊന്ന് പറയാൻ നോക്ക് എന്ന രൂപത്തിൽ മൂപ്പർ ഉപദേശിച്ചിട്ടുണ്ടാവും. പേരുടെ ഉസ്താദാണ് ഈ കുതിര എന്ന് ഇപ്പം വിളിക്കണ്ടേ. ഇപ്പൊ നൗസാദിനെ കുതിര എന്ന് മറ്റേ ചങ്ങായി വിളിച്ചു എന്ന് പറഞ്ഞപ്പം ഭയങ്കര പ്രശ്നം. എന്നാൽ ഈ ശൈലിയും ഇതും ഇവിടെ പഠിപ്പിച്ചതാരാ? ഇവരന്നല്ലേ? ഇവരെ സംസ്കാരം കണ്ടില്ല ഞങ്ങള്. ഇനി ഓരോന്ന് ഓരോന്ന് നിങ്ങൾ ക്ലിപ്പ് കേട്ടാൽ മതി, ഞാൻ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വിട്ടുതരാം. ഈ കഴുതാന്ന് വെച്ചിട്ടുണ്ടോളി ഇനി വിളിക്കാൻ പറ്റത്തില്ല. സർവം ഇതന്നെ ഞാൻ പൗതി ഇടുന്നുള്ളൂ. അത് മനസ്സിലാക്കണം. ഇതിന്റെ ഇരട്ടി പിന്നെ ഞാൻ ഇനി ഇടാൻ ബാക്കിയുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. വലിയ കാപ്പട്ടന്മാര് ഈ അണികൾ മൊയന്തകളായിട്ട് പൊട്ടന്മാരായിട്ട് എങ്ങനെ നോക്കിയിരിക്കുക. കാരണം നമുക്കും വേണം പിരിവ്, അപ്പുറത്തെ പിരിവ്. അവിടെ ഇവിടെ റമദാന് മജ്ലിസ്, അപ്പൊ അവിടെ ബദറുൽ കുബ്ര 313 നാടിനെ സ്വീകരിക്കാൻ വേണ്ടി പോത്തുകൾ വരിയായിട്ട് ഇങ്ങനെ നിൽക്കണ്. സുബ്ഹാന ജല്ല ജലാലു. മൊത്തം വായിൽ മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ? എവിടെ നജസാകാൻ ബാക്കി? ആകെ നജസിൽ മുങ്ങി കുടിക്കല്ലേ? ഉള്ളിൽ വിശ്വാസമില്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തുകാർ. എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ? ഇരുന്നിട്ട് 2 മൊയന്തേൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടും കൊണ്ട് അഭിമുഖം നടത്തുക. ചക്കിക്കൊത്ത ചങ്കരന, വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യില്. ആരൊക്കെയുണ്ട് സ്റ്റേജിൽ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുണ്ട്, ഖലീൽ തങ്ങളുണ്ട്, എല്ലാ ഗുണിയന്മാരുണ്ട്. അല്ല അന്തംഗമ്മികളെ, അങ്ങനെ പറഞ്ഞു അന്തംഗമ്മികൾക്ക് മാനേട്ടത്തിനെതിരെ കേസ് കൊടുക്കരുത് കേട്ടോ. സദയം ക്ഷമിക്കുക. ഇയാൾ ഏത് പമ്പീന്ന് എണ്ണടിക്കണ അന്തംഗമ്മി? പിന്നെ അതിന് ആസനന്തലോടിയായി കടന്നു വന്നു സാക്ഷാൽ കുളത്തിലിറങ്ങിയ മൗലവി വാളക്കുളത്തുകാരൻ. നിന്ദിക്കുക, കൊച്ചാക്കുക, പരിഹസിക്കുക. ഇതാണല്ലോ വഹാബിയുടെ മുഖമുദ്ര. ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്, തബ്ലീഗ് ചെയ്യണ്. എന്നാ നിങ്ങൾക്ക് ഇതാ സംഘടനാ രംഗത്തെ നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂറ്റൻ പാര കടന്നു വരട്ടെ.